ആ വോളിയം പ്രൊഫൈൽ എന്തായി? എടാ വോളിയം പ്രൊഫൈലിന്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഇതൊരു ലെങ്തി വീഡിയോ ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ ഒരു ക്ഷമയോട് കൂടി കേൾക്കണം, കാരണം ഇതൊരു ഫുൾ സ്ട്രാറ്റജിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു TVSന്റെ ഗോൾഡിന്റെ ചാർട്ടിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക, വോളിയം പ്രൊഫൈൽ കിട്ടാന്ന്. കാരണം ഞാൻ യൂസ് ചെയ്തിരുന്നത് ഫോറക്സ്കോം ആയിരുന്നു. ഫോറക്സ്കോമിൽ അല്ലാത്ത ഒട്ടുമിക്ക എല്ലാ ഗോൾഡിന്റെ ചാർട്ടിലും എന്ത് കിട്ടുന്നുണ്ട്, വോളിയം പ്രൊഫൈൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി ഈ വോളിയം പ്രൊഫൈൽ വെച്ച് എങ്ങനെയാണ് ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രേഡ്സ് എടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. ഗോൾഡിന്റെ ചാർട്ട് നോക്കാം. ഞാൻ ഇവിടെ TVSന്റെ ഗോൾഡിന്റെ ചാർട്ടാണ് യൂസ് ചെയ്തത്. ഗോൾഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് TVSന്റെ ചാർട്ട് കിട്ടും. ഈ ചാർട്ടാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൽ 1 മിനിറ്റിലേക്ക് വെക്കുക. 1 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ജസ്റ്റ് ഈ പ്രൈസ് എക്സാക്സിൽ ഇങ്ങനെ ഡേറ്റും ഇതൊക്കെ കാണിക്കും. ഇവിടെ ഈ സെഷൻ ബ്രേക്സ് എന്നുള്ളത് ഓൺ ആക്കണം, നിങ്ങൾ ടിക്ക് ഇടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നലത്തെ ഡേന്റെ ഓപ്പണിങ്ങും ഇന്നലത്തെ ഡേന്റെ ക്ലോസിങ്ങും കാണാൻ പറ്റും. ഈ ഏരിയ മാർക്ക് ചെയ്തതിനു ശേഷം നേരെ വോളിയം പ്രൊഫൈൽ എടുക്കാം. ഇവിടെ വോളിയം പ്രൊഫൈൽ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ഈ ലോങ് ഷോർട്ട് പൊസിഷന്റെ ഇതിന്റെ ഉള്ളിലായിരിക്കും ഈ ഫിക്സ്ഡ് വോളിയം റേഞ്ച് എന്നുള്ളത്. ഞാനിതിവിടെ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ സാധനം ഉണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റ്. ഇവിടെ പോയിട്ട് വോളിയം പ്രൊഫൈൽ എടുത്തിട്ട് ഓപ്പണിങ്ങിന്റെ ജസ്റ്റ് ഇൻസൈഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. മാർക്കറ്റ് എവിടെയാണോ ഇന്നലെ ഓപ്പൺ ചെയ്തത് അതിന്റെ ജസ്റ്റ് ഉള്ളിലായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ക്ലോസിങ്ങിന്റെ ജസ്റ്റ് ഇൻസൈഡിൽ എന്ത് ചെയ്യാം, 1 മിനിറ്റിന്റെ ക്യാൻഡിൽ ആയതുകൊണ്ട് ഒന്ന് ക്ലോസ് വെക്കാം. ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് വോളിയം പ്രൊഫൈൽ ഇങ്ങനെ കാണാൻ പറ്റും. ഈ വോളിയം പ്രൊഫൈൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിന്റെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ കോർഡിനേറ്റ്സിൽ സ്റ്റൈൽ വിസിബിലിറ്റി ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റും കേട്ടോ. ഇപ്പൊ നമ്മളത് സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഇതാണ് വരുന്നത്. ഇത് അതേപോലെ തന്നെ ഓക്കെ കൊടുത്താൽ മതി, വേറെ ഒരു ചേഞ്ചസും വരുത്തണ്ട. മേജർ വോളിയുള്ള ഏരിയ അല്ല നമ്മളിവിടെ നോക്കുന്നത്. നമ്മളിവിടെ നോക്കുന്നത് 2 പുതിയ സെറ്റപ്പാണ്. അതിന് ഈ ബോക്സ് ഇല്ലേ, ഇപ്പൊ റെക്ടാങ്കിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഈ റെക്ടാങ്കിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ താഴ്ന്ന് അങ്ങോട്ടേക്ക് നോക്കുക. ഇന്നലത്തെ വോളിയം പ്രൊഫൈൽ ഏരിയയാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ താഴ്ന്ന് മുകളിലേക്കുള്ള ഏരിയ നോക്കിയാൽ 2 ക്യാൻഡിലിന്റെ ഉള്ളിലായിട്ട് കണ്ടോ, ഈ ക്യാൻഡിലിന്റെയും ഉള്ളിലാണ്. ഇതിന്റെ ഈ 2 എൻഡിന്റെയും ഇൻസൈഡ് ഉള്ളിലാണ് ഈ ഒരു വോളിയം ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. കളർ ഭയങ്കര കൂടിപ്പോയി, ഞാൻ കുറയ്ക്കാം. എന്നിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക്, ഇതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കോർഡിനേറ്റ്സിൽ ടെക്സ്റ്റ് സ്റ്റൈൽ ഇത് എക്സ്റ്റെൻഡ് റേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ ഇതിന്റെ കളേഴ്സ് ഇല്ലേ, കളറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രേഡ് ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും കറക്റ്റ്. ഇതൊരു ഗ്യാപ്പാണ്. ഇനി രണ്ടാമത്തെ ഗ്യാപ്പ് ഇതാ ഇവിടെയാണ്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനൊന്ന് ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ ബട്ടൺ നിൽക്കിയതിന് ശേഷം ഒന്ന് ഡ്രാഗ് ചെയ്താൽ നെക്സ്റ്റ് ഗ്യാപ്പിന് മാർക്ക് ചെയ്യാം. അതിന്റെ ശേഷം മുകളിലുള്ള ഗ്യാപ്പ് ഇവിടെയാണ്. ഇവിടേക്കും ഇതിനെ ഒന്ന് ഡ്രാഗ് ചെയ്യാം. അതിന്റെ ശേഷം ഒരു ഗ്യാപ്പ് ഉള്ളത് ഇവിടെ മുകളിലാണ്. ഓക്കെ, ഇങ്ങനെ 4 ഏരിയാസ് നമുക്ക് 1 മിനിറ്റിൽ കിട്ടിയിട്ടുണ്ട്. 4 ഏരിയാസ് നമുക്ക് 1 മിനിറ്റിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഗ്യാപ്പൊക്കെ വരയ്ക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. അത് കറക്റ്റ് ഫുള്ള് ആ ഒരു ഗ്യാപ്പിൽ മാത്രം നിൽക്കാൻ പാടുള്ളൂ. അതിന് മുകളിലേക്കോ താഴോട്ടേക്കോ ഓവറായിട്ട് പോകാൻ പാടില്ല. ഇത് 1 മിനിറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പെസിഫിക് ആയിട്ട് സൂമൊക്കെ ചെയ്ത് എന്നിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു ഗ്യാപ്പിന്റെ പ്രത്യേകത ഉണ്ടോ, ഞാൻ വരച്ചപ്പോൾ തന്നെ അത് മാറിപ്പോയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കണം നമ്മൾ. ഇതിങ്ങനെ കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റുള്ള ഏരിയാസ് കിട്ടും. ഇന്നലത്തെയാണ് നമ്മൾ ഈ വരച്ചു വെച്ചത്. ഇന്നലത്തെ 1 മിനിറ്റിന്റെ ഗ്യാപ്സ് ആണിത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടെയാണ്. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയതിനു ശേഷം ഫസ്റ്റ് ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് വന്നു. ഈ ഹൈന്റെ മുകളിൽ എന്ത് ചെയ്തിട്ടില്ല, മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പാടില്ല. ഈ ഹൈന്റെ മുകളിലേക്ക് മാർക്കറ്റ് ബോഡി ക്ലോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ബോഡി ക്ലോസ് ചെയ്താൽ നമ്മൾ പിന്നെ ഇവിടുന്ന് സെല്ല് നോക്കാൻ പാടുള്ളൂ. അതായത് നമ്മൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് നമ്മളുടെ ഇന്നലത്തെ കംപ്ലീറ്റ് ഏരിയന്റെ താഴെയാണ്. അപ്പൊ ഈ ഏരിയാസിനൊക്കെ നമുക്ക് എന്ത് നോക്കാം, സെല്ല് നോക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ സെല്ല് നോക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ മാർക്കറ്റ് 1 മിനിറ്റിൽ ഈ ഏരിയയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 30 മിനിറ്റ്സിലോ 50 മിനിറ്റ്സിലോ നമുക്ക് എന്തെങ്കിലും ഇവിടെ ഏരിയാസ് ഉണ്ടോ നോക്കുക. നമ്മളുടേതായ ഏരിയാസുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഇതൊരു അടിപൊളി കൺഫർമേഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലാത്തവരും ജസ്റ്റ് 5 മിനിറ്റ്സിലെ ഗ്യാപ്സുകൾ വരയ്ക്കാം. 5 മിനിറ്റ്സിലെ ഗ്യാപ്പ് മാത്രം യൂസ് ചെയ്യാം, 1 മിനിറ്റ് യൂസ് ചെയ്യരുത്. 1 മിനിറ്റ് യൂസ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങളുടെ സെറ്റപ്പിന്റെ
കൺഫർമേഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി 5 മിനിറ്റ്സിലാണെങ്കിൽ ഇത് രണ്ടാമത്തെ സെറ്റപ്പ് ആണ്. 5 മിനിറ്റ്സിൽ നിങ്ങൾ എല്ലാ ഗ്യാപ്പും വരക്കുക. 5 മിനിറ്റ്സിലെ ഗ്യാപ്പ്, ഇതൊക്കെ ഈ ഗ്യാപ്പ് നമ്മൾ എടുക്കണില്ല, കാരണം അതൊരു ചെറിയ ഗ്യാപ്പായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഇത് വേണ്ട. ഗ്യാപ്പ് നന്നായി എക്സ്പ്രസ്ഡ് ആവണം കേട്ടോ. ഈ ഗ്യാപ്പ് എന്നാണ് നമ്മൾ ഇത് ഇങ്ങനെ 5 മിനിറ്റ്സിൽ നമ്മൾ ഗ്യാപ്പ് വരക്കാം. 5 മിനിറ്റ്സിൽ നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി? 3 ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ 5 മിനിറ്റ്സിലെ ഗ്യാപ്പ് എന്ത് ചെയ്യാം? ഡയറക്റ്റ് നമുക്ക് എൻട്രി എടുക്കാം. എങ്ങനെ? 5 മിനിറ്റ്സിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സെല്ലാണ് നോക്കുന്നതെങ്കിൽ ആ ക്യാൻഡിൽ സെൽ ക്യാൻഡിലായി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ സെൽ ക്യാൻഡിലായി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെല്ല് എടുക്കും. ഈ ഗ്യാപ്പിന്റെ മുകളിൽ ചെറിയൊരു ബ്രീഫ് സ്പേസിൽ നമ്മൾ എന്തെടുക്കും? SL വെക്കും. ഒരു 1:2 നമ്മൾ എന്ത് വെക്കും? TP വെക്കും. ഇന്ന് രാവിലെ നമുക്ക് കിട്ടിയ ഒരു എൻട്രി ആണ് ഇത്. ഓക്കെ, ഇത് വളരെ ഈസി ആണ്. 5 മിനിറ്റ്സിന്റെ മെത്തേഡ്സ് ആണ്. 5 മിനിറ്റ്സിൽ ചെയ്യാം. ഇത് ഞാൻ പറയാം, എപ്പോഴും നിങ്ങൾ 1 മിനിറ്റ്സ് എടുത്തിട്ട് ഡ്രോ ചെയ്യാം. നിങ്ങളുടെ ഏരിയാസിന് ഇതൊരു കൺഫർമേഷൻ മെത്തേഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലാത്തവര് 5 മിനിറ്റ്സ് എടുത്തതിന് ശേഷം 5 മിനിറ്റ്സിൽ ഇതൊരു സ്കാൽപ്പിംഗ് മെത്തേഡായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്കറിയാം, ട്രേഡിംഗ് ഭയങ്കര റിസ്കി മേഖലയാണ്. നന്നായി ബാക്ക് ടെസ്റ്റ് ചെയ്യണം, പഠിക്കണം. ജസ്റ്റ് എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്.